ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഈ തോണി കയറി ഒരു കടപ്പുറം കാണാൻ പോകാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു കടപ്പുറം നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ കേട്ടോ. കാര്യം അങ്ങോട്ടല്ല സാറേ, അവനക്കറിയാ അങ്ങാട്ടി എന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ മരുവിൽ പോയി രസപ്പെടാ. നമ്മളങ്ങനെ ഈ വഞ്ചി കയറി ഇക്കരെ എത്തിയിട്ടോ. ഇക്കരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് അക്കരെ കാണാൻ പറ്റാത്തത് നല്ലൊരു അടിപൊളി ഒരു ബീച്ച് കൂടി നമുക്കിവിടെ കാണാൻ പറ്റണം കേട്ടോ. ഈ ബീച്ചിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒത്തിരി തിരക്കോ ആളോ ഇല്ലാത്തൊരു ബീച്ചാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സ്വസ്ഥം സമാധാനമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു ബീച്ചാണത്. അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബീച്ച് കൂടിയാണ് കേട്ടോ അത്. അത്യാവശ്യം എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അതേ കുറേ ഊഞ്ഞാലും ടയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ പറഞ്ഞ ഫോട്ടോഷൂട്ടിനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് നമ്മൾ വഞ്ചി തന്നെ പോകണം. വഞ്ചി പോകാൻ വേണ്ടിയിട്ട് നമുക്കത് ഇവിടെ ചെന്നിട്ട് നമുക്കൊന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ടിൽ വഞ്ചി നമുക്ക് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനൊരു ബീച്ച് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എങ്ങും പോകണ്ട. ഇത് നമ്മുടെ വൈപ്പിലെ ഫാൽക്കൺ ബീച്ചാണ് കേട്ടോ. വളപ്പ് ബീച്ച് എന്നും പറയും. സത്യം പറഞ്ഞാൽ അന്നത്തെ വഞ്ചി മറിഞ്ഞ് വെള്ളത്തിൽ പോയ പിന്നെ ഇന്നും വഞ്ചിയിൽ കയറാൻ എനിക്ക് ഇപ്പോഴും ഭയങ്കര പേടിയുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ. പേടിച്ച് തന്നെയാണ് ഞാൻ ഇരുന്നത്. എന്തോ അപ്പുറത്ത് എത്തിയപ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടിയിട്ടോ. അപ്പം മറക്കണ്ട, നേരെ പോരെ.